തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലുമാണ് ഇന്ന് ഭീഷണി സന്ദേശം എത്തിയത്. CISFും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഈ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്ന് വല്ല വിവരവും ലഭ്യമുണ്ടോ? അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? ഇടങ്ങളിലായാണ് തിരുവനന്തപുരത്ത് ബോംബ് ഭീഷണി എത്തിയത്. ആദ്യം എത്തിയത് വിമാനത്താവളത്തിലാണ്. വിമാനത്താവളത്തിൽ മാനേജറുടെ ഇമെയിലിലേക്കാണ് ഈ സന്ദേശം എത്തിയത്. ഇതിൽ ഒപ്പം തന്നെ അതിനെ തുടർന്ന് CISFും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. വിമാനത്താവളം മുഴുവനായും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബോംബ് വെച്ചിട്ടുള്ളതായി ഭീഷണി സന്ദേശം എത്തുന്നത്. അത് സിറ്റി ട്രാഫിക് കൺട്രോളിലേക്കാണ് സന്ദേശം എത്തുന്നത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലും ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ RPFും ചേർന്ന് പരിശോധന നടത്തിയെങ്കിലും അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ട്രെയിനുകളിലടക്കം ആളുകളെ അടക്കം ഉൾപ്പെടെയുള്ള ആളുകളെയും ആളുകളുടെ പാഴ്സലുകൾ അടക്കം പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. എന്തുതന്നെയായാലും തിരുവനന്തപുരത്ത് ഇപ്പോൾ തുടർച്ചയായി ഇത് രണ്ടാം ദിവസമാണ് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. ഇതുവരെ ഏകദേശം 9ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പോലീസിന് എങ്ങും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ബോംബ് അല്ലെങ്കിൽ ഈ സന്ദേശം എവിടെ നിന്ന് എത്തുന്നു എന്നത് സംബന്ധിച്ച് പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഡാർക്ക് മെയിൽ ഹോട്ട്മെയിൽ വഴി രൂപീകരിച്ച മെയിലാണ് എത്തുന്നത്. അതിനാൽ തന്നെ പോലീസിന് ഇതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. മൈക്രോസോഫ്റ്റിനോടും ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസും അതുപോലെ തന്നെ സെൻട്രൽ ഏജൻസികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടി ലഭിച്ചാൽ മാത്രമേ ഒരുപക്ഷെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസിനും കടക്കാൻ കഴിയുകയുള്ളൂ. ഡാർക്ക് മെയിൽ വഴി വരുന്നതിനാൽ തന്നെ ഇവരുടെ സന്ദേശം അല്ലെങ്കിൽ ഇത് ആരയക്കുന്നു എന്നത് സംബന്ധിച്ച് പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. നിലവിൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പോലീസ് അതീവ ജാഗ്രതയോടുകൂടി ആണ് മുന്നോട്ട് പോകുന്നത്. ഇത് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ തുടർച്ചയായി 2ാം ദിവസവും ബോംബ് ഭീഷണി കൂടി എത്തിയതോടുകൂടി പോലീസ് കനത്ത ജാഗ്രതയിലാണ് ഉള്ളത്.